UDF സ്ഥാനാർത്ഥി തന്നെ പറയണം, കാഫറിന് വോട്ട് ചെയ്യരുതെന്നടക്കം എഴുതി പ്രചരിപ്പിച്ചിട്ട് എന്ത് സൗമ്യമായിട്ടാണ് പറയുന്നത്. വർഗീയ ധ്രുവീകരണം വന്നു എന്നുള്ളത് അല്ലേ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പിന്നെ ഒരു സ്ഥാനാർത്ഥിയായി പോയതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. ആ ചെയ്തവരെ നമ്മൾ എന്തായാലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരിക്കണം. ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഇതൊന്ന് കണ്ടുനോക്കി. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ എന്നുള്ള വിവരം വരികയാണ്. ജിതിൻ ഭാസ്കർ അറസ്റ്റിലെന്ന സൂചന വരിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഡിവൈഎഫ്ഐ നേതാവാണ് അറസ്റ്റിലായി ജിതിൻ ഭാസ്കർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിജിത്ത്, വിശദാംശങ്ങൾ എന്താണ്? പ്രത്യേക ഈ ടീച്ചർക്ക് എന്താ പറയാല്ലേ, സന്തോഷം ഉണ്ടാവും അല്ലേ? നമുക്ക് ടീച്ചർക്ക് എന്താ പറയാമെന്ന് കേട്ടോക്കാം. ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ശത്രുതാപരമായിട്ടുള്ള ആക്രമണമായിട്ടല്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, പല തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള ഫേക്ക് ഐഡിയിൽ നിന്ന് വ്യക്തിഹത്യ നടത്തുന്ന. അപ്പോൾ എനിക്ക് ഈ ട്വിസ്റ്റിന് മാപ്പിട്ട ക്യാപ്സ്യൂളിൽ ടീച്ചർ പിടിച്ചിട്ട് ഒന്ന് ശരിയാക്കുന്നുണ്ട്. ഈ ട്വിസ്റ്റ് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും നന്ദി, നമസ്കാരം.